ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടക്കരച്ചിലും നിലവിളിയുമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം വന്ന നിലവിളി പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിലെ മതപണ്ഡിതന്മാരുടെ ഒരു TV ചാനലിൽ കുറേ പണ്ഡിതന്മാരിരുന്നിട്ട് കൂട്ടത്തോടെ കരയുന്നതാണ് അടുത്ത ദിവസം ലോകമാകെ വലിയ ചർച്ചയാവുകയും വലിയ കോമഡിയാവുകയും ചെയ്ത ഒരു സംഭവം. എന്താണ് കരച്ചിലിന് കാരണം? പാകിസ്ഥാനിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോകുന്നു, മുർത്തദായി പോകുന്നു. മുർത്തദായി പോവുക മാത്രമല്ല, മുർത്തദായവർ ഇസ്ലാമിനെ അതിഭീകരമായി നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ജീവിക്കേണ്ടി വന്നല്ലോ എന്നും പറഞ്ഞിട്ടാണ് മതപണ്ഡിതന്മാർ കരയുന്നത്. അവരുദ്ധരിക്കുന്ന ഒരു കണക്ക് ലാഹോറിലെ ഒരു ഹൈക്കോടതി ബാർ അസോസിയേഷൻ പുറത്തിറക്കിയ ഒരു സ്ഥിതിവിവരക്കണക്കാണ്. ആ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് പാകിസ്ഥാനിൽ 4 ലക്ഷം ബ്ലാസ്ഫമേഴ്സിൻ്റെ അക്കൗണ്ടുകൾ അവിടുത്തെ ഇൻ്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. 4 ലക്ഷം മതവിമർശകരെ കണ്ടെത്തിയെന്നല്ല, 4 ലക്ഷം മുർത്തദ്ദുകളെ കണ്ടെത്തിയെന്നല്ല, 4 ലക്ഷം മതനിന്ദകരെ കണ്ടെത്തിയെന്നാണ്. മതനിന്ദ എന്നത് പാകിസ്ഥാനിൽ വലിയ ശിക്ഷ അർഹിക്കുന്ന, വധശിക്ഷ അർഹിക്കുന്ന, അല്ലെങ്കിൽ 10 കൊല്ലം കഠിന തടവ് ഒക്കെ അർഹിക്കുന്ന കുറ്റമാണ്. നബിയെയാണ് കുറ്റം പറയുന്നതെങ്കിൽ വധശിക്ഷ, അള്ളാഹുവിനെയാണ് പറയുന്നതെങ്കിൽ 10 കൊല്ലം കഠിന തടവ്, ഈ രീതിയിലൊക്കെയാണ് അവിടുത്തെ ശിക്ഷ. അങ്ങനെ അത്രയും ഭീകരമായ ശിക്ഷ അനുവദിക്കുന്ന കുറ്റകൃത്യമായിരുന്നിട്ടും അതിനിന്ദ്യമായിട്ട് ഇസ്ലാം മതത്തെ, ഇസ്ലാമിൻ്റെ പ്രവാചകനെ, ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥത്തെ, ഇസ്ലാമിലെ ചരിത്ര പുരുഷന്മാരെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ എണ്ണമാണ് പറഞ്ഞത് 4 ലക്ഷം. ഇത് പറയുന്നത് മുർത്തദ്ദുകളല്ല, എക്സ് മുസ്ലിങ്ങളല്ല, യുക്തിവാദികളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല. അവിടുത്തെ പോലീസ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ബാർ അസോസിയേഷൻ പുറത്തുവിട്ട ഒരു കണക്കാണ്. ആ കണക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ പണ്ഡിതന്മാർ അവരുടെ ഒരു ചാനലിലിരുന്നു കൊണ്ട് കൂട്ടത്തോടെ കരച്ചിലും കൂട്ടത്തോടെ പ്രാർത്ഥനയും നടത്തുന്നതിൻ്റെ വീഡിയോ അടുത്ത ദിവസം ലോകമാകെ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തു. ഇതിനു മുമ്പ് ഇറാനിൽ നിന്നാണ് സമാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നത്. ഇറാനിലെ 50% ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്ന റിപ്പോർട്ട് അവിടെ നിന്ന് വന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും ഏതാണ്ട് സമാനമാണ്. സൗദി അറേബ്യയിൽ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെല്യൂഷൻ അറബിക് ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വർഷം കൊണ്ട് തന്നെ അത് 3 മില്യണിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്തു എന്ന കണക്ക് വന്നിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും 1-2 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ കണക്ക് അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും. എന്നുവെച്ചാൽ ലോകമാകെ ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക സമൂഹങ്ങളിൽ ആളുകൾ ഇസ്ലാമിനെ എടുത്ത് തോട്ടിലെറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത. ഇത് നമ്മൾ പറയുന്നതല്ല, ഓരോ രാജ്യത്തും തലയിക്കെട്ട് കെട്ടിയ തൊപ്പിവെച്ച മതപണ്ഡിതന്മാർ തന്നെ എണീറ്റ് നിന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്നതിൻ്റെ നിരവധി വീഡിയോ ക്ലിപ്പുകൾ ഇന്ന് ലോകമാകെ പരന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇസ്ലാമിന് ലോകമാകെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഇത്രയും വലിയ ഒരു തിരിച്ചടി ഉണ്ടായത്? ഇതിന് കാരണക്കാർ മറ്റാരുമല്ല. ഇത് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുക എന്ന ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ സംഭവിച്ചു പോയ ഒരു സ്വയംകൃത അനർത്ഥമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ഒരു 1/2 നൂറ്റാണ്ട് കാലമായി സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ എണ്ണപ്പണം വരാൻ തുടങ്ങിയതിന് ശേഷം പാശ്ചാത്യ നാടുകളിലേക്ക് ഇസ്ലാമിനെ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി, അവിടെയുള്ള ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ആളുകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ച കൊക്കിലൊതുങ്ങാത്തതും ഏറ്റിയാൽ പൊന്താത്തതുമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉൾക്കൊള്ളുന്ന തള്ളുകളാണ് ഇന്ന് ഇവർക്ക് ഇത്രയും വലിയൊരു വിനയായിട്ട് ഭവിച്ചിട്ടുള്ളത്.
വെറും വിശ്വാസവുമായിട്ട് അവരവരുടെ കാര്യങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്താരും ഇവരെ ശ്രദ്ധിക്കുമായിരുന്നില്ല. എന്നാൽ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇസ്ലാമിക ഭീകരവാദം ഭീതി പരത്തിക്കൊണ്ട് ലോകമാകെ ഭീകരാക്രമണങ്ങൾ നടത്തി. വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് അതുപോലുള്ള നൂറുകണക്കിന് ആക്രമണങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഇവർ നടത്തി. ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറയുന്ന, ഭീകരവാദികൾ എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമാണ് അത് നടത്തുന്നത് എന്നതുകൊണ്ട് ഇസ്ലാം അതിൽ നിരപരാധിയാണ് എന്ന് കരുതാൻ പറ്റാത്ത വിധത്തിൽ ഇതിനൊക്കെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പൊതു പിന്തുണ ഉള്ളതായിട്ട് നിരീക്ഷിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാനായിട്ട് പാശ്ചാത്യ ലോകത്ത് ധാരാളം ആളുകൾ മുന്നോട്ട് വരികയും ചെയ്തു. ഇന്ന് ഭാഷയുടെ ബാരിക്കേഡൊന്നും പഠനത്തിനോ അല്ലെങ്കിൽ അന്വേഷണത്തിനോ യാതൊരു തടസ്സവുമില്ല. ആ രീതിയിലുള്ള വിവരസാങ്കേതിക വിദ്യ ഇന്ന് വികസിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അറബി ഭാഷ അറിയാത്ത ആളുകൾക്കും അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ചുകൊണ്ട് എന്താണിത് എന്ന് പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇസ്ലാം എത്രത്തോളം പ്രാകൃതവും ഇന്നത്തെ കാലത്ത് എത്രത്തോളം അപകടകരവുമായ ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് പരിഷ്കൃത ലോകം തിരിച്ചറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇസ്ലാമിനെതിരായിട്ടുള്ള ആശയപരമായിട്ടുള്ള വലിയ ഒരു പ്രചാരണം പാശ്ചാത്യ ലോകത്ത്, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആരംഭിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന്, പ്രത്യേകിച്ച് ഇസ്ലാമിക് ഇൻ്റലക്ച്വൽസ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതിൽ 2 നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന സംവാദത്തിൽ ചർച്ച ചെയ്ത വിഷയം, ഖുർആനിൽ നിറയെ ശാസ്ത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഖുർആനിൽ ശാസ്ത്രവിരുദ്ധമായ യാതൊന്നുമില്ല എന്ന ഒരു പ്രചാരണം ഇവർ പാശ്ചാത്യ ലോകത്തെല്ലാം വലിയ തോതിൽ നടത്തി. അങ്ങനെ ഒരു പ്രചാരണവുമായിട്ട് ഈ പാശ്ചാത്യ ലോകത്തേക്ക് ഇസ്ലാമിസ്റ്റുകൾ കടന്നു കയറാനുള്ള കാരണം ക്രിസ്തുമതത്തിൻ്റെ ഒരു ദൗർബല്യം, ക്രിസ്തുമതം ഏതാണ്ട് തകർന്നു പോയതിൻ്റെ പ്രധാന കാരണം വിജ്ഞാന രംഗത്ത് മനുഷ്യൻ നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ ഫലമായിട്ട്, ശാസ്ത്രരംഗത്തെ ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് ബൈബിളിലൊക്കെയുള്ള കഥകളെല്ലാം പൊട്ടത്തരങ്ങളാണ് എന്ന് പാശ്ചാത്യ ലോകം മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ശാസ്ത്രവിരുദ്ധത എന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ക്രിസ്തുമതം വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരികയും ചെയ്തു. ശാസ്ത്രവിരുദ്ധമാണ് ബൈബിൾ, ശാസ്ത്രവിരുദ്ധമായിരുന്നു ക്രിസ്തീയ പൗരോഹിത്യം എന്നൊക്കെ തിരിച്ചറിഞ്ഞതോടുകൂടി ക്രിസ്തീയ പുരോഹിതന്മാരും അന്നന്നത്തെ രാജഭരണവും കൂട്ടുചേർന്നുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർക്കെതിരായിട്ടും വിജ്ഞാനത്തിനെതിരായിട്ടും നടത്തിയിട്ടുള്ള പീഡനങ്ങളുടെയൊക്കെ കഥകൾ ക്രിസ്തുമതത്തിൻ്റെ നട്ടെല്ലൊടിക്കുന്ന തരത്തിൽ പാശ്ചാത്യ ലോകത്ത് വലിയ ക്ഷീണം ആ മതത്തിനുണ്ടാക്കി. ആ ഒരു ഗ്യാപ്പിലേക്ക് ഇസ്ലാമിനെ തിരികെ കയറ്റാൻ ഇവർ കണ്ടെത്തിയൊരു സൂത്രമായിരുന്നു, നിങ്ങളുടെ ബൈബിൾ പോലെയല്ല ഞങ്ങളുടെ ഖുർആൻ, അതിൽ ശാസ്ത്രവിരുദ്ധമായിട്ടൊന്നുമില്ല, നിങ്ങളുടെ മതവും നിങ്ങളുടെ ബൈബിളും നിങ്ങളുടെ പുരോഹിതന്മാരും ശാസ്ത്രത്തിനെതിരായിട്ട് നടത്തിയതുപോലുള്ള യാതൊരു ആക്രമണവും ഞങ്ങളുടെ മതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഖുർആനിൽ ശാസ്ത്രവിരുദ്ധമായ യാതൊരു കാര്യവുമില്ല, ഞങ്ങളുടെ ഖുർആൻ നിറയെ ശാസ്ത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ആധുനിക ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതും ഇനി കണ്ടെത്താൻ പോകുന്നതുമായിട്ടുള്ള സകലമായ വിജ്ഞാനവും ഞങ്ങളുടെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പച്ചക്കള്ളം ഇവർ പ്രചരിപ്പിച്ചു. കള്ളം മാത്രമല്ല, അത് ചങ്കിൽ കൊള്ളാത്ത ഏറ്റാപ്പൊന്താത്ത ഒരു അവകാശവാദമായിരുന്നു അത്. അതിൻ്റെ കൂടെ തന്നെ ഇവർ മറ്റൊരു അവകാശവാദവും കൂടെ വലിയൊരു തള്ളായിട്ട് പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ചു. പാശ്ചാത്യ ലോകത്ത് മാത്രമല്ല, ഇസ്ലാമിക ലോകത്തും ഇതേ പ്രചരണം സമാന്തരമായി നടന്നു. ആ രണ്ടാമത്തെ പ്രചരണമാണ് ഖുർആനും ബൈബിളും ഒരുപോലെയല്ല, നിങ്ങളുടെ ബൈബിളിൽ ഒരുപാട് സുവിശേഷങ്ങളുണ്ട്, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ഒരു ബൈബിളിൽ തന്നെ ഒരേ കഥയുടെ പലതരത്തിലുള്ള ആഖ്യാനങ്ങളുണ്ട്, അവയെല്ലാം പരസ്പര വിരുദ്ധമാണ്, അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥം ഒരിക്കലും ദൈവീകമാവുകയില്ല. എന്നാൽ നോക്കൂ, ഞങ്ങളുടെ ഖുർആൻ,
ഞങ്ങളുടെ ഖുർആനിൽ വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ 1400 വർഷമായി ലോകത്തെല്ലായിടത്തും ഒരേ ഒരു ഗ്രന്ഥം നിലനിൽക്കുന്നു. കാരണം അത് ദൈവീകമായ സംരക്ഷണം ലഭിച്ച ഗ്രന്ഥമാണ്. ദൈവം അതിനെ സംരക്ഷിക്കുമെന്ന് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും ഒരേ ഖുർആനേ ഉള്ളൂ. ആ ഖുർആനിൽ യാതൊരു വൈരുദ്ധ്യങ്ങളുമില്ല. ആ ഖുർആൻ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ലോകത്തെല്ലായിടത്തും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ബൈബിൾ പോലെയല്ല ഞങ്ങളുടെ ഖുർആൻ. നിങ്ങളുടെ ബൈബിൾ ശാസ്ത്രവിരുദ്ധമാണ്, ഞങ്ങളുടെ ഖുർആൻ ശാസ്ത്രത്തിന് അനുകൂലമാണ്. നിങ്ങളുടെ ബൈബിളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ഖുർആൻ ഒരു വ്യത്യാസവുമില്ലാതെ വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് അവകാശവാദങ്ങൾ, കൊക്കിലൊതുങ്ങാത്ത ഏറ്റിയാൽ പൊന്താത്ത ഈ രണ്ട് അവകാശവാദങ്ങളുടെ തള്ളുമായിട്ടാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ഇസ്ലാമിസ്റ്റുകൾ ലോകമാകെ പെരുമ്പറ കൊട്ടി ഈ മതം പ്രചരിപ്പിച്ചത്. അതിലൂടെ ഒരുപാട് ആളുകളെ കബളിപ്പിക്കാൻ കഴിഞ്ഞു. ഒരുപാട് പാശ്ചാത്യരെ മതത്തിലേക്ക് മാർക്കം കൂട്ടാൻ കഴിഞ്ഞു. അതിന് സമാന്തരമായി നമ്മുടേതുപോലുള്ള നാടുകളിലൊക്കെ മതപരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ, ഏറ്റാൽ പൊന്താത്ത അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. കേരളത്തിലും ഇന്ത്യയിലും ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് നമ്മുടെ സാക്കിർ നായിക്ക്, MM അക്ബർ തുടങ്ങിയിട്ടുള്ള ആളുകൾ. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ അതിനുവേണ്ടിയുള്ള കുറേ സംഘടനകളും സ്ഥാപനങ്ങളും ഏജൻസികളും ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ മതം മാറ്റാൻ ഇതെല്ലാം ഉപയോഗിക്കുകയും ഇത്തരം പ്രചാരണങ്ങളിലൂടെ ആളുകളെ മതം മാറ്റി ആ മതം മാറ്റിയ ആളുകളുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ പ്രോജക്റ്റ് റിപ്പോർട്ടായി സമർപ്പിച്ചുകൊണ്ട് ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമൊക്കെ കമ്മീഷൻ പറ്റിക്കൊണ്ട് ഇവിടെ കോടികൾ സമ്പാദിക്കുന്ന ഏർപ്പാട് കൂടി ഇവരൊക്കെ ചെയ്തു വരികയായിരുന്നു. ഇതിനെല്ലാമുള്ള ഒരു വലിയ തിരിച്ചടിയായിട്ടാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ രീതിയിൽ നിലവിളിക്കേണ്ട ഗതികേട് വന്നത്. കാരണം മറ്റുള്ളവരെ ചതിയിൽ കൊടുക്കാൻ വേണ്ടി ഇവരൊരുക്കിയ ഈ വാരിക്കുഴിയിലാണ് ഇന്ന് ഇവർ സ്വയം വീണ് അതിൻ്റെ അടിയിൽ കിടന്നിട്ടാണ് ഈ നിലവിളിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആളുകൾ ക്രിസ്ത്യാനികളെയും ക്രിസ്തുമതത്തിലെ വിശ്വാസം ദുർബലമായിട്ടുള്ള ആളുകളെയും സെക്യുലറായിട്ടുള്ള ആളുകളെയും ഒക്കെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരുക്കിയ വാരിക്കുഴികൾ, ചതിക്കുഴികളായിരുന്നു ഖുർആനിനെ കുറിച്ചുള്ള ഈ രണ്ട് എടുത്താൽ പൊങ്ങാത്ത അവകാശവാദങ്ങളും തള്ളും അതുമായി ബന്ധപ്പെട്ട പ്രചാരണവും. എന്നാൽ ഇന്ന് അതേ ചതിക്കുഴിയിലേക്ക് വീണ് നട്ടല്ലൊടിഞ്ഞ് മൂക്കുകുത്തി കിടന്ന് പൊട്ടിക്കരയുന്നത് ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തമാശയാണ്. എന്തുകൊണ്ടാണ് ഈ വാരിക്കുഴിയിൽ ഇവർ വീണത്? അതിൻ്റെ കാരണമാണ് പറഞ്ഞത്. ഒന്ന്, ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, ഖുർആനിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, ഖുർആനിൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ ഇവരുടെ ഈ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് പാശ്ചാത്യ ലോകവും പരിഷ്കൃത ലോകവും പ്രത്യേകിച്ച് മറ്റു മതക്കാർ, ആരുടെ നേരെയാണോ ഇവർ, ആരുടെ മേക്കെട്ട് കയറാനാണോ അവർ ഈ പ്രചരണം നടത്തിയത്, അവരെല്ലാവരും, ക്രിസ്ത്യാനികളും എല്ലാവരും ഇത് പഠിച്ചു. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ പണ്ഡിതന്മാരും ലോകമെമ്പാടുമുള്ള എത്തിസ്റ്റ് പണ്ഡിതന്മാരും എക്സ് മുസ്ലിം പണ്ഡിതന്മാരും ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഈ തള്ളിമറിച്ചതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്നും ഇത് ചതിയായിരുന്നു എന്നും ഇത് കബളിപ്പിക്കലായിരുന്നു എന്നും വ്യക്തമായി തെളിഞ്ഞു. ആ തെളിവുകൾക്ക് കൃത്യമായ പ്രമാണരേഖകൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള പ്രമാണരേഖകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ രണ്ട് കള്ളത്തരങ്ങളും, രണ്ടിലധികം കള്ളത്തരങ്ങളുണ്ട്, നമ്മൾ തൽക്കാലം ഈ രണ്ടെണ്ണത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ, ഈ രണ്ട് കള്ളത്തരങ്ങളും പൊളിഞ്ഞു എന്നിടത്താണ് ഇന്ന് ഈ രണ്ട് വാരിക്കുഴിയിലും വീണ് അവിടെ നിന്ന് കയറാൻ കഴിയാതെ കയ്യും കാലുകിട്ടും അടിക്കുന്ന ഒരവസ്ഥ ഇസ്ലാമിസ്റ്റുകൾക്ക് വന്നു ചേർന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ 4 ലക്ഷം പേര് മതത്തെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞ് മതപണ്ഡിതന്മാർക്ക് കരയേണ്ടി വരുന്നത്. പാകിസ്ഥാനിൽ കരയുന്ന മതപണ്ഡിതന്മാരും അവിടെ അതിന് ആധാരമായി വന്നിട്ടുള്ള റിപ്പോർട്ടും പറയുന്ന മതനിന്ദ രീതി നമ്മൾ പരിശോധിച്ചാൽ അത് വളരെ ഭീകരമാണ്. കാരണം മതം ഉപേക്ഷിച്ച് പുറത്തുപോയ ആളുകൾ ഈ മതത്തെ മാന്യമായ രീതിയിൽ വിമർശിക്കുക അല്ല ചെയ്തിരുന്നത് പാകിസ്ഥാനിലൊക്കെ.
മറിച്ച് എപ്രകാരമാണോ മക്കയിൽ മുഹമ്മദും മുഹമ്മദിൻ്റെ അനുയായികളും മറ്റു മതക്കാർക്കെതിരെ മക്കയിലുള്ള സ്വന്തം വംശത്തിൻ്റെയും സ്വന്തം ഗോത്രത്തിൻ്റെയും മതത്തിനെതിരെ ഖുറൈശികളുടെ മതത്തിനെതിരെ ഇവർ വളരെ വൃത്തികെട്ട രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രതികരിച്ചിരുന്നത്, അതേ രീതിയിൽ ഇസ്ലാം വിട്ടുവന്ന ആളുകൾ ഇസ്ലാമിനെതിരെ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. എന്താണ് രീതി? കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിലൊക്കെ ഞാനത് പറഞ്ഞതാണ്. എങ്ങനെയായിരുന്നു മുഹമ്മദും കൂട്ടരും മക്കയിലെ വിശ്വാസങ്ങളെയും മക്കയിലെ ആരാധനാലയങ്ങളെയും മക്കയിലെ ആരാധ്യമൂർത്തികളായ ദൈവങ്ങളെയും കൈകാര്യം ചെയ്തിരുന്നത് എന്ന്. മലവിസർജനം നടത്തുക, കഅബയിൽ പോയിട്ട് അവരുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അവരുടെ ദൈവവിഗ്രഹങ്ങളുടെ തലയിൽ കൂടെ മലവിസർജനവും മൂത്രവിസർജനവും നടത്തിക്കൊണ്ടാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരും മക്കക്കാരുടെ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടിരുന്നത്, നിന്ദിച്ചുകൊണ്ടിരുന്നത്. അതേ മാർഗമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന 4 ലക്ഷം അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം മതത്തിൻ്റെ ചിഹ്നങ്ങളെ അവഹേളിക്കുന്നു, ഖുർആനിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നു, മുഹമ്മദിൻ്റെ പേരെഴുതിയ കടലാസിൽ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ട് നിന്ദിക്കുന്നു. അതുപോലെ തന്നെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഖലീഫമാർ ഖുലഫാഉർ റാഷിദിൻ്റെയൊക്കെ പേരുകൾ എഴുതിയ കടലാസിൽ ഇതുപോലുള്ള മാലിന്യങ്ങൾ വർഷിച്ചുകൊണ്ട് നിന്ദിക്കുന്നു. അതിൻ്റെയൊക്കെ വീഡിയോകളും ചിത്രങ്ങളും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇസ്ലാമിനെ നിന്ദിക്കുന്നവരുടെ എണ്ണമാണ് പാകിസ്ഥാനിൽ 4 ലക്ഷം എന്ന് പറഞ്ഞത്. അതല്ലാതെ മതവിശ്വാസം നഷ്ടപ്പെട്ടവരുടെ എണ്ണമല്ല, മതത്തെ വിമർശിക്കുന്നവരുടെ എണ്ണമല്ല. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെയും മാന്യമായ രീതിയിൽ വിമർശിക്കുന്നവരുടെയും എണ്ണം കൂടെ കിട്ടുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് ജനസംഖ്യയിൽ എത്ര ശതമാനം ഇന്ന് വിശ്വാസികളായി ബാക്കിയുണ്ട് എന്ന കാര്യം, അത്ഭുതകരമായ കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നിന്ദിക്കുന്നവരുടെ എണ്ണമാണ് ഈ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത്. ഈ ഒരവസ്ഥയിലേക്ക് ഇസ്ലാമിനെ കൊണ്ടെത്തിച്ചത് എന്തുകൊണ്ട്, എങ്ങനെ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ തള്ളുകളും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ വിഷയം ഞാൻ മാറ്റിവെച്ചിട്ട് രണ്ടാമത്തെ തള്ള്, ഖുർആൻ സംരക്ഷിച്ചു എന്ന് പറയുന്ന ആ തള്ളിനെ കുറിച്ചാണ് ഈ വീഡിയോ 1-2 പാർട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു, ഖുർആനിൽ വള്ളി പുള്ളി വ്യത്യാസങ്ങളില്ലാതെ, കുത്തുകോമ വ്യത്യാസങ്ങളില്ലാതെ ദൈവത്തിനാൽ സംരക്ഷിക്കപ്പെട്ടു, ലോകത്തെല്ലായിടത്തും ഒരൊറ്റ ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന് ലോകം മുഴുവൻ പെരുമ്പറ കൊട്ടി പ്രചരിപ്പിച്ചത് മറ്റാരുമല്ല, ഇസ്ലാമിസ്റ്റുകളാണ്. അങ്ങനെ പ്രചരിപ്പിച്ചവരുടെ മുമ്പിലേക്കാണ് ഇന്ന് ലോകത്ത് വ്യത്യസ്തമായ ഖുർആനുകളുണ്ട് എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത്. ഇന്നല്ല, അത് പുറത്തു വന്നിട്ട് 8-10 വർഷമായി. മലയാളക്കരയിൽ തന്നെ ഈ കാര്യം പരസ്യമായിട്ട് ആദ്യമായിട്ട് ഒരു പൊതു പരിപാടിയിൽ വെച്ച് സംസാരിക്കുന്നതും പരസ്യപ്പെടുത്തുന്നതും ഞാനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 8-10 വർഷം മുമ്പാണ്. അതിനു മുമ്പ് ഈ കേരളത്തിൽ ഒരാൾക്കും ഖുർആൻ വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ട് എന്ന വസ്തുത അറിയുമായിരുന്നില്ല. മതപണ്ഡിതന്മാർക്ക് പോലും അറിയുമായിരുന്നില്ല. കേരളത്തിൽ ആ ഒരു അറിവുള്ള ഒരൊറ്റ മതപണ്ഡിതനെയും 10 വർഷം മുമ്പ് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ ഈ കാര്യം പുറത്തു പറഞ്ഞപ്പോൾ ഒരുപാട് വിശ്വാസികൾ അവരുടെ സംശയം തീർക്കാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മതപണ്ഡിതന്മാരെ സമീപിക്കുകയും, യുക്തിവാദികൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടോ, മൊറോക്കോയിലും ലിബിയയിലും ടുണീഷ്യയിലും ഒക്കെ വേറെ ഖുർആനാണോ ഉള്ളത്, നമ്മുടെ ഖുർആനും ആ ഖുർആനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്, ഇത് ശരിയാണോ എന്ന് കേരളത്തിലെ മുജാഹിദിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സുന്നിയുടെയും ഏറ്റവും വലിയ പണ്ഡിതന്മാർ, അതായത് തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ, ഖുർആൻ വ്യാഖ്യാനങ്ങൾ എഴുതിയ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള പണ്ഡിതന്മാരുമായിട്ട് പോയി അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും കൈമലർത്തുകയാണ് ചെയ്തത് എന്നതിൻ്റെ ഒരുപാട് റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടി. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മതപണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് അവർക്കാർക്കും അറിയില്ല എന്ന റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതറിഞ്ഞത്? നമ്മളിതറിഞ്ഞത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നവരാരൊക്കെയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പരതിയപ്പോഴാണ് ക്രിസ്ത്യാനികളുടെ ചില വെബ്സൈറ്റുകളിൽ ഇതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് കിട്ടിയത്.
ക്രിസ്ത്യാനികളുടെ വെബ്സൈറ്റിൽ കണ്ട സൂചനകൾ മാത്രം അടിസ്ഥാനമാക്കി അത് പരസ്യപ്പെടുത്തുക എന്നത് ഒരിക്കലും നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. കാരണം അങ്ങനെ കള പറ്റുമെന്ന് കേട്ടാൽ കയറെടുക്കുന്നത് യുക്തിവാദത്തിൻ്റെ രീതിയല്ല. അതുകൊണ്ട് ഈ സൂചനകൾ കിട്ടിയപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്, ഞങ്ങളൊക്കെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഈ ഖുർആനിൻ്റെ കോപ്പികൾ കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ മൊറോക്കോയിലും ലിബിയയിലുമൊക്കെ ഉപയോഗിക്കുന്ന ഖുർആൻ കണ്ടെത്തുകയും അതിൻ്റെ കോപ്പികൾ കൈവശപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം അത് വേരിഫൈ ചെയ്തു. ഇവിടുത്തെ ഖുർആനും ഈ കിട്ടിയ ഖുർആനും തമ്മിൽ വേരിഫൈ ചെയ്തപ്പോഴാണ് നൂറുകണക്കിന് വ്യത്യാസങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായത്. ആ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉദാഹരണങ്ങൾ സഹിതം തെളിവുകൾ സഹിതം ഈ കാര്യങ്ങൾ ഒരു 8-10 വർഷം മുമ്പ് തന്നെ കേരളത്തിൽ പറയാൻ തുടങ്ങിയത്. പക്ഷെ അന്നൊന്നും ഇവിടുത്തെ മതപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എന്ന് മിണ്ടിയില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞു, വിശ്വാസികളിൽ നിന്ന് ചോദ്യങ്ങൾ സഹിക്കവയ്യാതായി. അപ്പോൾ ഇവരും പരക്കം പാഞ്ഞ് അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ പറയുന്നത് വസ്തുതയാണെന്നും അങ്ങനെ കുറേ ഖുർആനുകൾ ലോകത്ത് വ്യത്യസ്തമായിട്ടുണ്ട് എന്നും അതിനകത്ത് കുത്തുകോമ അല്ല, വള്ളിപുള്ളിയല്ല, വാക്കുകളും വാക്യങ്ങളും അർത്ഥവും ആശയവും മാറുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നും കേരളത്തിലെയും മതപണ്ഡിതന്മാർക്ക് ബോധ്യമായി. ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല കേട്ടോ, ലോകം മുഴുവൻ ഇതാണ് സംഭവിച്ചത്. ലോകം മുഴുവൻ ക്രിസ്ത്യാനികളുടെ ഈ ഒരു പ്രചാരണത്തിൻ്റെ കൊടുമ്പിരിക്കുള്ളിൽ മതപണ്ഡിതന്മാർ പെട്ടുപോയി. മതപണ്ഡിതന്മാരോട് മതവിശ്വാസികളായ ആളുകൾ സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അങ്ങനെ അവരും ഇതൊക്കെ അന്വേഷിച്ചു. ലോകത്തെല്ലായിടത്തുള്ള മതപണ്ഡിതന്മാർ പരക്കം പാഞ്ഞു. ഇനി എന്താണ് ഇതിനൊരു മറുപടി പറയുക, ഇനി എന്താണ് ഇതിനൊരു പരിഹാരം എന്നവരാലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരു മാർഗം അവരാദ്യം തള്ളിമറിച്ചതുപോലെ തന്നെ ഒരു നുണ കൂടി പടച്ചുണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ തീരുമാനിക്കുകയും അങ്ങനെ അവരൊരു നുണ പടച്ചുണ്ടാക്കി അത് വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ആ നുണയാണ് ഇവർക്ക് ഏറ്റവും വലിയ മെനയായി മാറിയത്. കാരണം മറ്റേ നുണ, ആദ്യം പറഞ്ഞ നുണ ഖുർആൻ വള്ളിപുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെട്ടു എന്നും ലോകത്തെല്ലായിടത്തും ഒരേ ഖുർആനേ ഉള്ളൂ എന്നുമുള്ള നുണയും ഖുർആൻ നിറയെ ശാസ്ത്രമാണ് എന്ന് പറയുന്ന നുണയും ഒരു 1/2 നൂറ്റാണ്ട് കാലം ലോകത്ത് പലരെയും കബളിപ്പിക്കാൻ ഉപകരിച്ചു. ആ നുണയ്ക്ക് ഒരു 50 കൊല്ലത്തെ ആയുസ് ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്നാൽ ആ നുണകൾ പൊളിഞ്ഞപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ അതിനെതിരായിട്ട് പറയുന്ന നുണ 1 വർഷം പോലും നിലനിൽക്കാൻ പറ്റാത്ത അത്ര ദുർബലമായ നുണയാണ് എന്ന് മാത്രമല്ല, ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന നുണകളുടെ മുഴുവൻ വിപരീതമായ മറ്റൊരു നുണയാണ് ഇപ്പോൾ അവരിതിന് പരിഹാരമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ആ നുണ എന്താണ്? ഖുർആനിൽ ഇപ്പോൾ കാണുന്ന വ്യത്യാസങ്ങൾ വർഷ ഖുർആനിലും കാലൂൻ ഖുർആനിലും ദൂരി ഖുർആനിലും ഹഫ്സ് ഖുർആനിലുമൊക്കെ കാണുന്ന ഈ 100 കണക്കിന് വ്യത്യാസങ്ങൾ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള പാരായണ വ്യത്യാസം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്ന ഹിമാലയൻ നുണ. ആ നുണ പൊളിക്കാൻ നമ്മൾ വേറെ എവിടെയും പോകണ്ട. ഇവരിവിടെ എന്താണോ ഇതിൻ്റെയൊക്കെ ചരിത്രമായി പ്രചരിപ്പിച്ചിരുന്നത് ആ ചരിത്രം നമ്മൾ വായിച്ചാൽ മാത്രം മതി. ഞാൻ എൻ്റെ വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ സുന്നി, മുജാഹിദ്, ജമായത്ത് മതപണ്ഡിതന്മാർ അവരുടെ മതഗ്രന്ഥങ്ങളിലൂടെ അവരുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളിലൂടെ മലയാളി സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഖുർആനിൻ്റെ ചരിത്രം എന്താണ് എന്ന് ഞാൻ ഇവരുടെ പ്രധാനപ്പെട്ട കിതാബുകളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോഴാണ് ഇവരിപ്പോൾ പറയുന്ന നുണ എങ്ങനെയാണ് പൊളിയുന്നത് എന്ന് വ്യക്തമാവുക. എൻ്റെ കയ്യിൽ സുന്നി പണ്ഡിതന്മാർ തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എന്ന തഫ്സീറുണ്ട്. മലയാള തഫ്സീർ 6 വോളിയമുള്ള ഈ തഫ്സീറിൻ്റെ 1-ാം വോളിയത്തിലെ ഇതിൻ്റെ ഖുർആൻ എങ്ങനെയാണ് ക്രോഡീകരിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചും
ഖുർആൻ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത് എന്ന് സംബന്ധിച്ച് എഴുതിയ കാര്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മൗദൂദിയുടെ 6 വോളിയം തഫ്സീറാണ് തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ തഫ്സീർ. ഇതിൻ്റെ 1-ാം വോളിയമാണിത്. ഇതിൻ്റെ 1-ാം വോളിയത്തിലും വളരെ ഗംഭീരമായ ഒരു വെല്ലുവിളി പോലെ തന്നെ മൗദൂദി ഖുർആൻ്റെ വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസം തെളിയിച്ചാൽ അതോടുകൂടി കഴിഞ്ഞു ഖുർആൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന രീതിയിൽ എഴുതി വെച്ച ആമുഖമുണ്ട്, ചരിത്രമുണ്ട്. അത് ഞാൻ വായിക്കാം. ഇനി മുജാഹിദുകൾ ഇതുപോലത്തെ 4 വോളിയമായിട്ട് പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം എന്ന് പറയുന്ന തഫ്സീർ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ആമുഖത്തിലും ഖുർആൻ എങ്ങനെയാണ് ക്രോഡീകരിക്കപ്പെട്ടത്, മുസ്ഹഫ് എങ്ങനെയാണ് ഉണ്ടായത്, അതെങ്ങനെയാണ് വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ ലോകത്ത് സംരക്ഷിക്കപ്പെട്ടത് എന്ന് വിവരിക്കുന്ന കാര്യമുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കും. അതുപോലെ തന്നെ മുജാഹിദുകൾ ഒരുപാട് ശാസ്ത്രമുണ്ട് ഖുർആനിൽ എന്നൊക്കെ പറഞ്ഞ് നുണ തള്ളിമറിക്കാൻ വേണ്ടി പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെക്കുറിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിച്ച അതേ ആളുകളുടെ മലയാളികളെ പറ്റിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയിട്ടുള്ള എൻസൈക്ലോപീഡിയ പോലെയുള്ള ഒരു പുസ്തകമാണിത്. ഇസ്ലാം വിശ്വാസ ദർശനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 1-ാം വോളിയം. ഇത് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ് ഇതിൻ്റെ ചീഫ് എഡിറ്റർ. MM അക്ബറൊക്കെ ഇതിൻ്റെ അസോസിയേറ്റ് എഡിറ്റർമാരാണ്. അവരെല്ലാവരും കൂടെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇസ്ലാമിക് എൻസൈക്ലോപീഡിയയാണ് ഈ വിശ്വാസ ദർശനം, ഇസ്ലാം വിശ്വാസ ദർശനം എന്ന ഈ വലിയ ഗ്രന്ഥം. ഇതിലും ഖുർആൻ്റെ ക്രോഡീകരണത്തെ സംബന്ധിച്ചും ഖുർആൻ വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെട്ടതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചും വിവരിക്കുന്ന ഭാഗമുണ്ട്. ഇതെല്ലാം നമുക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് ഇന്ന് ഇവർ പറയുന്ന ന്യായം, അതായത് വർഷ ഖുർആനും കാലൂൻ ഖുർആനും ദൂരി ഖുർആനും ഹഫ്സ് ഖുർആനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രവാചകൻ്റെ കാലത്തെ പാരായണ വ്യത്യാസമാണ് എന്ന് പറയുന്നത് എത്രത്തോളം കള്ളമാണ് എന്നതിന് ഇവർ തന്നെ മുമ്പ് എഴുതി വെച്ചിട്ടുള്ള ഈ 4 കിതാബുകളിലും തെളിവുണ്ട്. ആ തെളിവ് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഈ വീഡിയോയുടെ 2-ാമത്തെ സെക്ഷനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഈ പറയുന്ന വ്യത്യസ്തമായ ഖുർആനുകളുണ്ട്. ഇത് മൊറോക്കോയിലും ടുണീഷ്യയിലും ഒക്കെ ഉപയോഗിക്കുന്ന വർഷ് എന്ന് പറയുന്ന ഖുർആനാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഹഫ്സ് ഖുർആനാണ്. 95% ലോകത്തുള്ള 95% മുസ്ലിങ്ങളും ഉപയോഗിക്കുന്നത് ഈ ഖുർആനാണ്. സൗദി അറേബ്യയിലും നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഹഫ്സ് ഖുർആൻ. ലിബിയയിൽ ഉപയോഗിക്കുന്ന കാലൂൻ എന്ന് പറയുന്ന ഖുർആനാണ്. അതിൻ്റെ ഒരു ചെറിയ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതുകൂടാതെ കാലൂൻ ഖുർആനിലെ വ്യത്യാസങ്ങൾ, നമ്മുടെ ഖുർആനും കാലൂൻ ഖുർആനും, അതായത് ലിബിയയിലെ ഖുർആനും നമ്മുടെ ഖുർആനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മുഴുവനും ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ തയ്യാറാക്കി തന്ന ഒരു രേഖയും എൻ്റെ കയ്യിലുണ്ട്. ഇഖ്തിലാഫാത്ത് ബൈന ഖുർആൻ സൗദി വ ലിബിയ, ലിബിയയിലും സൗദിയിലും ഉപയോഗിക്കുന്ന ഖുർആനുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു കോളേജ് അധ്യാപകൻ, അറബിക് അധ്യാപകൻ തയ്യാറാക്കി തന്നിട്ടുള്ള ഒരു രേഖ. ഇതിനകത്ത് കാലൂൻ ഖുർആനിലും നമ്മുടെ ഖുർആനിലും മൊത്തം അദ്ദേഹം വെരിഫൈ ചെയ്ത് പരിശോധിച്ച് കണ്ടെത്തിയ 364 വ്യത്യാസങ്ങൾ ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കള്ളിയായി വരച്ച് സൗദി ഖുർആനിലും ലിബിയൻ ഖുർആനിലുമുള്ള ആയത്തുകൾ കൊടുത്തിട്ട് ഈ ആയത്തുകളിലുള്ള വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 364 വ്യത്യാസങ്ങൾ ഈ ഖുർആൻ, ഇത് കാലൂൻ ഖുർആനാണിത്. ഈ ഖുർആനും നമ്മുടെ ഖുർആനായ ഹഫ്സ് ഖുർആനും തമ്മിൽ 364 വ്യത്യാസങ്ങളുണ്ട് എന്ന് അദ്ദേഹം ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തൊരു പുസ്തകമല്ല. കോളേജ് അധ്യാപകനായ, അറബി അധ്യാപകനായ, പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത, അതായത് ഇപ്പോഴും മുനാഫിക്കായി ജീവിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് സ്വന്തമായി അദ്ദേഹം അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നതാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് ഈ കാലൂനും നമ്മുടെ ഖുർആനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ഇതിൽ അദ്ദേഹം പറഞ്ഞ കാര്യമെല്ലാം ശരിയാണോ എന്ന് ഞാൻ ഈ
മുസാഫ് വെച്ചുകൊണ്ട് തന്നെ വെരിഫൈ ചെയ്തതാണ്. ഈ മുസാഫ് ലെൻസ് വെച്ച് നോക്കണം, അത്രയും ചെറിയ മുസാഫാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ കാലൂൻ ഖുർആൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. സൗദി അറേബ്യയിലുള്ള ഒരു സുഹൃത്ത്, അവസാനം അയാളുടെ ഒരു ലിബിയക്കാരനായ സുഹൃത്ത് വീട്ടിൽ ഓതാൻ ഉപയോഗിച്ചിരുന്ന ഖുർആൻ മെല്ലെ സൂത്രത്തിൽ വാങ്ങിയിട്ട് എനിക്ക് എത്തിച്ചു തന്നതാണ്. വർഷ ഖുർആൻ എനിക്ക് അതുപോലെ തന്നെ സൗദി അറേബ്യയിലുള്ള ഒരു സുഹൃത്ത് ഒരു മൊറോക്കോക്കാരൻ്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് മദീനയിൽ നിന്ന് വാങ്ങി എനിക്ക് എത്തിച്ചു തന്നതാണ്. ഇതുകൂടാതെ ഇത് തയ്യാറാക്കിയ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ 4 or 5 വ്യത്യസ്തമായിട്ടുള്ള ഖുർആനുകളുണ്ട്. അദ്ദേഹം അതെല്ലാം കാണിച്ചു തന്നുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം വളരെ സത്യസന്ധമാണെന്നും കൃത്യമാണെന്നും അതിൽ യാതൊരു കൃത്രിമവുമില്ല എന്നും വേരിഫൈ ചെയ്ത് ബോധ്യപ്പെടുത്തി അദ്ദേഹം ഈ 4 ഖുർആൻ്റെ കോപ്പികളും 4 or 5 ഖുർആൻ്റെ കോപ്പികളും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം തയ്യാറാക്കിയ ഈ പുസ്തകവും അതും കാണിച്ചു തന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. അങ്ങനെ ഉത്തമ ബോധ്യമുള്ള കാര്യം മാത്രമേ ഞാൻ ഈ ഖുർആനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ട് അതെല്ലാം എടുത്ത് ഇവിടെ പറയേണ്ട യാതൊരു ഉദ്ദേശവുമില്ല. മറിച്ച് കൃത്യമായി ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യം മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ഖുർആൻ്റെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട്, ഖുർആൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് ബോധ്യപ്പെടുത്തുക. അവരാ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായവുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടാതെ പോകുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുക. ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോരുത്തരായിട്ട് എഴുതി വച്ചിട്ടുള്ള സുന്നി, മുജാഹിദ്, ജമായത്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എഴുതി വച്ചിട്ടുള്ള ഖുർആനിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ച് നോക്കാം.